ഗൈസ് വെൽക്കം ടു സൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്രോസ് ഓവറിന് ശേഷമുള്ള ബി ടി സി ഡൗൺ ട്രെൻഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ ഇന്ന് സി പി ഐ ഡാറ്റയും കൂടി റിലീസ് ഉണ്ട്. ഏകദേശം ബി ടി സി 100 ഏകദേശം 65Kയിലേക്ക് വരെ ഡൗണിലെത്തി. ഏകദേശം നമ്മളൊരു ബിയർ മാർക്കറ്റ് പ്രീവിയസ് ഓൾ ടൈം ഹൈൻ്റെ ലെവലിലേക്ക് വന്നു. നമുക്ക് എല്ലാവർക്കും ആ ഒരു ബിയർ മാർക്കറ്റ് ലെവൽ 2026 ബിയർ മാർക്കറ്റ് എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ട്. ആൾട്ടിന് എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം റാലി കിട്ടിയിട്ടില്ല എന്നുള്ള ഒറ്റ കൺഫ്യൂഷൻസ് മാത്രം ഒഴികെ ബാക്കി എല്ലാം ഹിസ്റ്ററി റിപ്പീറ്റ് തന്നെയാണ് പോകുന്നത്. കറൻ്റ്ലി ക്രോസ് ഓവർ സംഭവിക്കുമ്പോൾ ഒറ്റയടിക്ക് ബി ടി സി ഡൗൺ ആവുന്നു. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ സമയങ്ങളിൽ നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെ ബിയർ മാർക്കറ്റ് ക്രിപ്റ്റോയിൽ ഓപ്പർച്യൂണിസ്റ്റിക് ആക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ശരിയാണ്, കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പം ബൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ബൈ ചെയ്യരുത്. ആവറേജ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. നമുക്ക് ബിയർ മാർക്കറ്റ് ഇത്രയും നാൾ ഹിസ്റ്ററി പ്രകാരം പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇക്കൊല്ലം ഒരു മിഡിൽ റേഞ്ചിലെത്തിയാൽ മാത്രമേ ബിയർ മാർക്കറ്റ് ലെവലിലേക്ക് എത്തൂ. അപ്പോൾ ഇനിയും ബിയർ മാർക്കറ്റ് ലെവലിലേക്ക് എത്താനുണ്ട്. വെറുതെ വീണ്ടും ബൈ ചെയ്ത് ഡാർക്ക് അടിച്ച് ബൈയെ കുറച്ച് മിനിറ്റ് സെല് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നതുകൊണ്ടാണ്. കറൻ്റ്ലി ബൈയിങ് ഓപ്പർച്യൂണിറ്റി അല്ല, ബൈ ദ ഡിപ്പല്ല. വെയിറ്റ് ചെയ്യുക, ഷോർട്ട് ഓപ്ഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് കണ്ടീഷൻസ്. ഇതാണ് മെയിൻ വശങ്ങൾ. ഇനി എങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന കോയിൻസ് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ തന്നെ ഒന്നുകിൽ അത് ഓഫ് ചെയ്ത് വീണ്ടും റീബൈ ചെയ്യുക. അത് നമുക്ക് എത്രത്തോളം നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ലെങ്കിൽ ലോവർ റേഞ്ച് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ സമയത്ത് റീബൈ ചെയ്യുക എന്നുള്ളതാണ്, അതായത് റീ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബിയർ മാർക്കറ്റിൻ്റെ സമയത്ത് കൂടുതലും എല്ലാ കോയിൻസും ഫുൾ ഡൗൺ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. എല്ലാ കോയിൻസിലും കുറേ ന്യൂബി കോയിൻസൊക്കെ ഡെഡ് ആകുന്ന സമയത്ത് ചില പെർട്ടിക്കുലർ കോയിനിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആവുകയും അത്തരം കോയിനുകൾ ചിലപ്പം ഹൈക്കിലേക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. ഓൾ ഇൻ ഓൾ നമ്മളിപ്പോൾ ഷോർട്ട് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്രിപ്റ്റോയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് കിട്ടും. അതുകൊണ്ട് ഫുൾ മാർക്കറ്റ് ഡെഡാണ്, നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും ഇനിയില്ല, ഇനി 4 വർഷം മാർക്കറ്റ് ഫുൾ ഡൗൺ ആണ്, ഇനി അടുത്ത ബുൾ മാർക്കറ്റിലേക്ക് വരാം എന്നുള്ള രീതി വേണ്ട. കാരണം പഴയ രീതിയിലല്ല ഉള്ളത്. ചിലപ്പോൾ ആൾട്ട് സീസണൊക്കെ ഇപ്പോൾ ഈ ബുൾ മാർക്കറ്റ് സമയത്ത് നമുക്ക് ആൾട്ട് സീസൺ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലം 2025 അല്ല 24 നമുക്ക് പിന്നെയും ആൾട്ടിനൊരു മൂവ്മെൻറ്റ് ഉണ്ടായെന്ന് പറയുമ്പോൾ ബിയർ കാലങ്ങളിലാണ് ആൾട്ട് പിന്നെയും പെർഫോം ചെയ്തതെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ എൻഡ് ഓഫ് ബുൾ മാർക്കറ്റ് തുടങ്ങുന്നതിൻ്റെ മുമ്പോ അല്ലെങ്കിൽ ബിയർ മാർക്കറ്റിൻ്റെ ലാസ്റ്റ് സമയങ്ങളിലാണ് കൂടുതൽ ആൾട്ട് കഴിഞ്ഞ ബുൾ സൈക്കിളിൽ ഫോക്കസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ കൂടുതൽ ആൾട്ട് പെർഫോം ചെയ്തത്. അല്ലാണ്ട് ഒരു ബുൾ മാർക്കറ്റ് ബി ടി സി പീക്ക് അടിച്ച സമയത്തൊന്നല്ല ആൾട്ടിന് നല്ല ഉണ്ടായെന്നുള്ളത് കൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇനി 2029 ആൾട്ട് ഓൾ ടൈമായി എത്തുക എന്നുള്ള ധാരണയിൽ വെക്കണ്ട എന്നുള്ളതാണ് കറൻറ്റ് സ്റ്റഡിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് പബ്ലിക് ഗ്രൂപ്പിൽ ഇങ്ങനെ എല്ലാവരും വോയിസ് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ കാലങ്ങളിൽ നമ്മൾ ക്രിപ്റ്റോ സാൻഡ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി. നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളും നമ്മൾ സക്സസ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ട പേഴ്സണലായിട്ടുള്ള ഈ ഡൗട്ടും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മെസ്സേജ് റിപ്ലൈ തരുന്ന രീതിയിലേക്ക് ആവുന്നത് തന്നെ നമ്മളുടെ ഇടയിൽ ഒരു ഒരു റിലേഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളത്, അതൊരു കമ്മ്യൂണിറ്റി ആക്കി ആ കമ്മ്യൂണിറ്റി എങ്ങനെ ഒരു യൂസ്ഫുൾ ആക്കാം, അത് പൊട്ടൻഷ്യൽ മെമ്പേഴ്സിനെ കൊണ്ട് എങ്ങനെ നമുക്കത് ക്രിപ്റ്റോക്കുപരി ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്കിലേക്ക് ഗോൾഡ് ട്രേഡ് സിഗ്നൽസിലേക്ക് തുടങ്ങാൻ പോകുന്ന സിറ്റുവേഷനിൽ ആ സമയത്ത് നമുക്ക് നമ്മൾ ഔട്ട്സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഒരു ബെറ്റർ കമ്മ്യൂണിറ്റി എന്താണ് അൾട്ടിമേറ്റ് ഒരു ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം, ഒരു ബെറ്റർ കുറേ ആൾക്കാരെ പരിചയപ്പെടുന്ന ഒരു ബെറ്റർ ആൾക്കാരെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരിചയപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അത്തരം ആൾക്കാരെ ഒരു കേരളത്തിൽ തന്നെ ഡിഫറെൻറ്റ് ഏരിയയിലുള്ള ആൾക്കാരെ നമുക്ക് വിവിധ ഐഡിയോളജിയുള്ള വിവിധ ഐഡിയാസ് ഉള്ള ആൾക്കാരൊക്കെ കണ്ടുമുട്ടി അവരോടായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറെൻറ്റ് ഐഡിയ, ആ ഐഡിയയിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഓരോ വിഷയങ്ങളിലായിരിക്കും കഴിവ്, ചില ആൾക്കാർക്ക് ഒരു ഇന്ന വിഷയത്തിലായിരിക്കും കഴിവ്. അപ്പോൾ ഡിഫറെൻറ്റ് കഴിവുള്ള ആൾക്കാർ ഒരുമിച്ച് കൂട്ടിയാലാണ് ചില കമ്മ്യൂണിറ്റി ബേസ്ഡ് നമ്മൾ പല ബിസിനസ് ഐഡിയാസും നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റും. അപ്പോൾ അത്തരം ഐഡിയാസും കൂടെ എൻ്റെ മനസ്സിൽ, കാരണം പൂർണ്ണമായിട്ട് ഇനിയിപ്പോൾ ബിയർ മാർക്കറ്റിൽ പോയി 2 വർഷം ഡാർക്ക് അടിക്കുക, നമ്മളിങ്ങനെയാണ് അങ്ങനെയാണെന്ന് ചിന്തിക്കാണ്ട് ഈ സമയങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് കുറച്ചും കൂടിയും അടിപൊളിയാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ പറഞ്ഞത് ഐഡിയ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു സുപ്രഭാതത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊന്നുമല്ല. വൺ ഓഫ് ദി മെമ്പേഴ്സ് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഏതായാലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ആ കമ്മ്യൂണിറ്റിക്ക് ഗെറ്റ് ടുഗദറും അത് ബേസ്ഡ് നമുക്കൊരു ഐഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്തുകൂടെ ബ്രോ, ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ ഞാനും ചിന്തിച്ചു, ഓക്കെ നമുക്ക് അങ്ങനെ ഒരു നല്ല പൊട്ടൻഷ്യലുള്ള കുറച്ച് ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ
ഓരോരോ ഏരിയയിലും അവരെ ഐഡിയാസൊക്കെ വെച്ച് നമുക്കൊരു വെഞ്ചേഴ്സൊക്കെ തുടങ്ങിക്കൂടെ എന്നുള്ളത്. എൻ്റെ മനസ്സിൽ 2, 3 ഓൾറെഡി ഞാൻ നടത്തിക്കൊണ്ട് പോകുന്ന കുറച്ച് ഐഡിയാസ് ഉണ്ട് താനും. അപ്പോൾ അതിൽ പൊട്ടൻഷ്യൽ ഉള്ള താല്പര്യമുള്ളവർക്കും നമ്മളെ ടെലഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നത്. സെൽഫ് അങ്ങ് നേരിട്ട് കണ്ട് സംസാരിച്ച്, അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഒരു പ്രൊജക്റ്റിൽ ബിസിനസ് ചെയ്യാന്നുള്ളതല്ല ട്ടോ. അതിന് മുമ്പ് നമ്മൾ നേരിട്ട് കാണും, നമ്മൾ സംസാരിക്കും, നമ്മൾ ഐഡിയാസ് കാണും, സാഹചര്യങ്ങൾ മനസ്സിലാക്കി ബെറ്റർ ഓപ്ഷൻസ് ആണ്, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോകുന്നു. അത് ഏത് ബിസിനസ്സും ആവട്ടെ, നമുക്ക് നമ്മുടെ നാട്ടിലെ പുതിയ അവസരങ്ങൾ, പുതിയ സാധ്യതകൾ, അതിലൊരു ഓപ്ഷൻ ഫാമിംഗ് ഓപ്ഷൻസൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഓപ്ഷൻസുകളും നമുക്ക് ഈ സമയങ്ങളിലൊക്കെ അത് നേരിട്ട് കണ്ട് നമ്മൾ അങ്ങനെ സംസാരിച്ച് നമുക്ക് ഓക്കെ ആയാൽ മാത്രം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കും നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ ഒരു എയർ ഡ്രോപ്പും കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. 2, 3 തവണയായി അദ്ദേഹം എന്നോട് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ എയർ ഡ്രോപ്പ് വിഷയം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് എയർ ഡ്രോപ്പ് ട്രൈ. പക്ഷേ എന്നാലും അതിനനുസരിച്ചില്ലേ എക്സ്ട്രാ ഒരു എമൗണ്ടോ പൈസയോ ഇടാത്ത രീതിയിൽ ഒരു എയർ ഡ്രോപ്പ് കളക്ഷൻ നമ്മൾ എയർ ഡ്രോപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഞാൻ പബ്ലിക് ഗ്രൂപ്പിലും അത് ഷെയർ ചെയ്യും. അപ്പോൾ അതും ഈ സമയങ്ങളിൽ നമ്മൾ ആഡപ്പ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു എയർ ഡ്രോപ്സ്, ഒരു ഡെയിലി കളക്ഷൻ, മൈനിങ് സെറ്റപ്പ് കളക്ഷനാണ്. ഡെയിലി നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ മെയിൻ ചെയ്ത് അവരുടെ കോയിൻസ് കളക്ട് ചെയ്യുക എന്നുള്ള സെറ്റപ്പ്. വേറെ ഒരു എമൗണ്ട് ആഡ് ചെയ്യാലോ ഒന്നും ചെയ്യാനും പാടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് മെയിൻ ഇതാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ വരുന്നതിൻ്റെ ഈ അപ്ഡേറ്റ്സിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നത്. നമുക്കൊരു വെഞ്ചേഴ്സ്, നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ മെമ്പേഴ്സിനെ നേരിട്ട് കണ്ട് നമുക്ക് രണ്ടാൾക്കും എല്ലാവർക്കും കൂടിയിട്ട് എന്തെങ്കിലും ഒരു സെറ്റപ്പ് കൂടി ചെയ്യണം എന്നൊരു ആഗ്രഹവും കൂടി എൻ്റെ മനസ്സിലുണ്ട്. ഐഡിയാസ് ഉണ്ട്, അതൊന്ന് പ്രാവർത്തികമാക്കണമെന്നും കൂടിയുണ്ട്. നിങ്ങൾ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കണം, നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് നേരിട്ട് കണ്ട് ആ വിഷയങ്ങളിലേക്കും കടക്കാം. ഓക്കെ, ബൈ.